നന്ദു ഈ സ്വാമി ഭദ്രാനുപേരിലേക്ക് ഒന്ന് പോകാം അവസാനമായി. അതായത് സ്വാമി ഇവിടെ ബി.ജെ.പിയും കോൺഗ്രസും പല ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട്. നമുക്കറിയാം ഇവിടെ ആരൊക്കെയാണ് സ്വർണം കട്ടതെന്ന് നമുക്കറിയാം. അതായത് ഇവിടെ ഉണ്ട്. അതായത് മേൽശാന്തിക്കെതിരെ പോലും നമ്മൾ ന്യൂസ് 18 ബന്ധപ്പെട്ട തെളിവുകൾ പുറത്തുവിട്ടതാണ്. ആരെ വിശ്വസിക്കാൻ, കാരണം ഉദ്യോഗസ്ഥരെ വിശ്വസിക്കാൻ കഴിയാത്ത സാഹചര്യം. ശബരിമലയിലെ അയ്യപ്പനെ കൂടാതെ വേറെ ആര് വിശ്വസിക്കാൻ കഴിയും സ്വാമി? ആദ്യമായിട്ട് ഞാൻ ഈ അവസരവാദികളായിട്ടുള്ള BJP-കാരന്മാരെ ഇതിനകത്ത് കയറ്റിയത് തന്നെ എന്റെ ഒരു സ്റ്റാൻഡേർഡിന് അത് യോജിച്ചതല്ല. ഒന്നാമത്തെ കാര്യം ഇവന്മാരുടെ മാനിപ്പുലേഷൻ. ഇപ്പൊ എത്ര മാന്യനായിട്ടാണ് ആ രജിൻ എന്ന് പറയുന്ന അദ്ദേഹം ഒരു മറുപടി പറഞ്ഞത്. അദ്ദേഹം എത്ര മാന്യമായിട്ടാണ് മറുപടി പറഞ്ഞത്. അപ്പുറത്തെ ഒരു ഇടത് നിരീക്ഷകൻ ഇരിപ്പുണ്ട്. അവർക്ക് പറയാനുള്ളത് അവരുടേതായ സ്റ്റാൻഡേർഡിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതിന്റെ ഇടയിൽ ഇയാൾ ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്ന BJP, ഇവിടുത്തെ സംസ്ഥാന BJP-യുടെ ഈ മാനിപ്പുലേഷൻ ഇത് അവസാനിപ്പിക്കണം. അയാൾ ആദ്യം പറഞ്ഞ എന്താണ്, ഞാൻ ഈ അയ്യപ്പനെ അപമാനിച്ചു എന്ന്. എപ്പോഴാണ് അയ്യപ്പനെ അപമാനിച്ചത്? ഇതാ പറഞ്ഞത്, നിനക്കൊന്നും ഇല്ലെന്ന്. ഇപ്പൊ പറയുന്നു രമേശ് ചെന്നിത്തല ഇത് കടകംപള്ളി സുരേന്ദ്രൻ ഡീലെന്ന്. എന്ത് ഡീലാണ് അവർക്കിടയിൽ ഉണ്ടായത്? ഈ രമേശ് ചെന്നിത്തലയുടെ ഹിസ്റ്ററി അറിയോ? ഈ ചെക്കൻ അറിയോ രമേശ് ചെന്നിത്തലയെ പറ്റി? അതല്ല ഉദ്ദേശം, ഞാൻ മാറി പിന്നെ ചൂടാണ്ട്. താങ്കൾക്കറിയാമോ? താങ്കൾക്കറിയാമോ? എനിക്ക് രമേശ് ചെന്നിത്തലയെ പിന്നെ വലിയ വർത്താനം പറയരുത്. ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. സുരേന്ദ്രനെ മനസ്സിലായില്ലേ? താങ്കൾക്ക് അറിയാമെങ്കിൽ താങ്കൾ പറയും, ഞങ്ങൾക്ക് ക്ലാരിറ്റി വരുത്താം. എല്ലില്ലാത്ത നാക്കല്ലേ, ആർക്ക് എന്താ പറഞ്ഞുകൂടാത്തത്? ഇവരിപ്പോ പറയുന്ന വാക്കെന്താണ്? ആചാര സംരക്ഷണത്തിൽ ഇടപെടില്ല എന്ന്. കെ സുരേന്ദ്രന്റെ തന്തയില്ലായ്മ കാരണമാണ് ശബരിമലയിൽ നിന്റെ വേഷം കെട്ടലൊന്നും എന്റെ അടുത്ത് വേണ്ട. ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ല. മോന്ത കണ്ടില്ലോ, ഒരൊറ്റ പൊട്ടിക്കില്ലെന്നുണ്ടല്ലോ. ഈ മുസ്താനങ്ങടെ കേട്ടി തന്നാലുണ്ടല്ലോ, അടുത്ത ഗുരുവായൂർ ഏകാദശിക്ക് പിന്നെ ഞാൻ ഈ കാലെടുക്കുള്ളൂ. അപ്പം മതിയുടെ എനിക്ക് ഈ കാല്. പക്ഷെ ഞാനത് പറയാതിരിക്കുന്നത് അതുപോലെ തന്നെ കൊടിയുടെ പേരിൽ ആക്ഷേപിക്കുന്നത് മോശമാണ്. താങ്കൾ കുറയ്ക്കുന്ന ഒരു കുറയ്ക്ക് ഞങ്ങൾ ആരും മറുപടി പറയുന്നില്ല. താങ്കൾക്ക് അത്ര വിലയെ ഞങ്ങൾ തന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? താങ്കൾ വെളിയിൽ നിന്ന് പറയുന്നുണ്ടല്ലോ, താങ്കൾ ചില പെയ്ഡ് പാർട്ടികൾക്ക് വേണ്ടിയിട്ട് പറയാൻ നടക്കുന്നുണ്ടല്ലോ. താങ്കൾ നടന്നത് ഞങ്ങൾക്കൊരു വിഷമമില്ല. പക്ഷേ ഒരു സഭ്യമായ ചർച്ചയ്ക്കകത്തിരുന്നുകൊണ്ട് BJP-യുടെ ഏതെങ്കിലും ഒരു നേതാവിനെ മോശമായ ഒരു വാക്ക് ഉപയോഗിച്ചാൽ താങ്കൾ BJP-യുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് കാണും. ഉള്ള കാര്യം ഞാൻ നേരിട്ട് പറയാം. ഇവിടെ അരുതബു അരുത്. നന്ദുവിനെ പോലുള്ളവന്മാരെ ഒന്നും ഇതുപോലുള്ള ചാനലിൽ നന്ദു BJP-യുടെ ഔദ്യോഗിക വക്താവാണ്. BJP നേതൃത്വം തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കായി ന്യൂസ് 18ലേക്ക് നന്ദുവിനെ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു അതിഥിയെ ആക്ഷേപിക്കുന്ന അനുവദിക്കാൻ പാടില്ല. അത് മോശമായ രീതിയാണ്, മോശമായ രീതി തന്നെയാണ്. ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഞാൻ പോകുന്നു. ബൈ ബൈ.